എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അംബികാനന്ദൻ, തൃശ്ശൂർ. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് രോഹിണി നക്ഷത്രത്തിൽ പിറന്നവർ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള വിഷയങ്ങളാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതേപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ആ ബെല്ല് ബട്ടനും ചുവന്ന ബട്ടനും അമർത്തിക്കൊണ്ട് എൻ്റെ വീഡിയോകൾ കാണണം. എങ്കിൽ മാത്രമേ എൻ്റെ എല്ലാ വീഡിയോയും നിങ്ങളിൽ എത്തിച്ചേരുകയുള്ളൂ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കാനനമാകയലന്നേ രാമൻ സീതയെ തേടി നടന്നേ, താമരച്ചേലുള്ള ജാനകി വഴി പോകുന്നതാരാനും കണ്ടു. എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവരുടെ ഗണങ്ങളും വൃഷം, മൃഗം, പക്ഷി, നിറം, ഭാഗ്യ നമ്പർ, ഭാഗ്യദിവസം, ഭാഗ്യരത്നം, ഭൂതം, ഇപ്രകാരം ആരാധിക്കേണ്ട ദേവത, ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഇപ്പോൾ തന്നെ ഒരു കടലാസും പേനയും എടുത്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ എഴുതിയെടുത്ത് പഠിച്ച് മനഃപ്പാഠമാക്കി മുന്നോട്ട് പോവുക. നമ്മുടെ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും നമുക്ക് കടനം കുറച്ച് എടുക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് തുടരാം. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ദേവത, അതായത് അവർ ആരാധിക്കേണ്ടത് ദുർഗ, ഭദ്രകാളി ദേവിയുമാണ്. ശ്രീകൃഷ്ണ പൂജ നടത്തുന്നതും ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നതും ഉത്തമമാണ്. അതേപോലെ ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്നത് ഇവർക്ക് നല്ല കാര്യമാണ്. തിങ്കളാഴ്ച വ്രതം എടുക്കുക. പൗർണമി, അമാവാസി ദിവസം ദുർഗാദേവിയും ഭദ്രകാളിയെയും പോയി പ്രാർത്ഥിക്കുന്നതും വഴിപാടുകൾ ചെയ്യുന്നതും നിങ്ങൾക്ക് നല്ല ഗുണങ്ങൾ ഉണ്ടാകുന്നതുമാണ്. നിങ്ങൾ ഗണം, അതായത് ഗണം മൂന്നായിയാണ് തിരിച്ചിരിക്കുന്നത്: ദേവഗണം, മനുഷ്യഗണം, അസുരഗണം. നിങ്ങൾ മനുഷ്യഗണത്തിലാണ് പിറന്നിരിക്കുന്നത്. നിങ്ങളുടെ വൃക്ഷം നൽപ്പാമ്പാണ്. നിങ്ങളുടെ പക്ഷി പുള്ളാണ്. നിറം വെള്ള ചന്ദന നിറമാണ്. വെള്ളയും ചന്ദനത്തിന് നിറമുള്ള വസ്ത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ നിറം. ആ വസ്ത്രം ധരിച്ച നിങ്ങൾക്ക് അതിൻ്റേതായ, ആ വസ്ത്രം ധരിച്ചു പോയി അതിൻ്റേതായ ഗുണങ്ങളുണ്ടാകും. അതേപോലെ നിങ്ങളുടെ ഭാഗ്യ നമ്പർ 2ആണ്. ഈ 2 എന്നുള്ളത് ഒരു തുണ്ട് കടലാസിൽ എഴുതി ഫോട്ടോ, വിളക്ക് വയ്ക്കുന്ന ഫോട്ടോത്തിന് മുന്നിൽ അല്പം മഞ്ഞൾ ചാർത്തി വെച്ച് പ്രാർത്ഥിച്ച് ഇത് മടക്കി പേഴ്സിലോ ബാഗിലോ വെച്ച് നടന്നാൽ നിങ്ങൾക്ക് പ്രത്യേക അനുകൂലങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ ദിവസം, ഭാഗ്യ ദിവസം തിങ്കളാഴ്ചയാണ്. നിങ്ങൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾക്ക് തിങ്കളാഴ്ച തുടക്കം കുറിക്കുന്നത് നന്നാവും. നിങ്ങൾ ധരിക്കേണ്ട കല്ല് മുത്താണ്. നിങ്ങളുടെ ഭൂതം, അതായത് പഞ്ചഭൂതങ്ങളിലെ ഭൂതം, അതായത് ആകാശം, ഭൂമി, വായു, അഗ്നി, ജലം എന്നിവയിൽ നിങ്ങളുടെ ഭൂതം ഭൂമിയാണ്. അപ്പോൾ ഇപ്രകാരമൊക്കെയാണ് രോഹിണി നക്ഷത്രക്കാരെ അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങൾ. അപ്പോൾ അടുത്തൊരു വീഡിയോ കഴിഞ്ഞ് വരുന്നവരെ എല്ലാവരും സുഖസന്തോഷമായിരിക്കും.